സുനിത വില്യംസ് അടക്കമുള്ള ബഹിരാകാശ സംഘം ഭൂമിയിലേക്ക് തിരികെ എത്തിയതിന് ഇലോൺ മസ്കിനും സ്പേസ് എക്സിനും നാസയ്ക്കും നന്ദി അറിയിച്ച വൈറ്റ് ഹൌസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയ ഉറപ്പ് പാലിച്ചെന്നും വൈറ്റ് ഹൌസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഡൊണാൾഡ് ട്രംപ് നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചു. 9 മാസം മുൻപാണ് സുനിത വില്യംസും ബുച്ച് വിൽമോറും അടങ്ങിയ സംഘം സാങ്കേതിക തകരാർ കാരണം ബഹിരാകാശത്ത് കുടുങ്ങിയത്. 9 മാസത്തെ കാത്തിരിപ്പിന് ശേഷം സുനിത ഉൾപ്പെടെയുള്ളവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിലെത്തി. ഇലോൺ മസ്കിനും നാസയ്ക്കും സ്പേസ് എക്സിനും നന്ദിയെന്നും വൈറ്റ് ഹൌസ് എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. അതോടൊപ്പം ക്രൂ 9 സംഘത്തിന്റെ തിരിച്ചുവരവിൽ സ്പേസ് എക്സിനെയും നാസയെയും ഇലോൺ മസ്ക് അഭിനന്ദിച്ചു. ദൌത്യത്തിന് പ്രാധാന്യം നൽകിയ പ്രസിഡന്റ് ട്രംപിനും അദ്ദേഹം നന്ദി അറിയിച്ചു. ഇന്ത്യൻ സമയം പുലർച്ചെ 3:40 ഇവരെ വഹിച്ചുകൊണ്ട് സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം ഫ്ലോറിഡ തീരത്തിന് സമീപം അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഗൾഫ് ഓഫ് അമേരിക്കയിൽ ഇറങ്ങിയത്. ബുച്ച് വിൽമോർ, നിക് ഹേഗ്, അലക്സാണ്ടർ ഗോർബനോവ് എന്നീ ബഹിരാകാശ യാത്രികരായിരുന്നു സുനിതയ്ക്ക് ഒപ്പമുണ്ടായിരുന്നത്. കടൽ പരപ്പിലിറങ്ങിയ പേടകത്തിനടുത്തേക്ക് ആദ്യമെത്തിയത് നേവി സീലിന്റെ ബോട്ടാണ്. 10 മിനിറ്റോളം നീണ്ട സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷം പേടകത്തെ MV മേഘൻ എന്ന റിക്കവറി ഷിപ്പിലേക്ക് മാറ്റി. 4:10 പേടകത്തിന്റെ വാതിൽ തുറന്നു. 4:25 യാത്രികരെ ഓരോരുത്തരെയായി പുറത്തിറക്കി. ഇവരെ പ്രത്യേക സ്ട്രെച്ചറിൽ മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോയി. ഇവരെ നാസയുടെ ഹൂസ്റ്റണിലെ കേന്ദ്രത്തിലേക്കാണ് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോകുക. അതേസമയം തിരിച്ചുവരവിന് ശേഷം ഇന്ത്യയിൽ നിങ്ങളെ കാണാൻ ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സുനിതയ്ക്ക് എഴുതിയ കത്തിൽ പറഞ്ഞിരുന്നു. ഇന്ത്യയുടെ ഏറ്റവും പ്രശസ്തയായ പുത്രിമാരിൽ ഒരാൾക്ക് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നത് സന്തോഷകരമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പരേതനായ ദീപക് ഭായിയുടെ അനുഗ്രഹം നിങ്ങളോടൊപ്പമുണ്ടാകുമെന്നും മാതാവ് ബോണി പാണ്ഡ്യ നിങ്ങളുടെ തിരിച്ചുവരവിനായി ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുണ്ടാകുമെന്നും പ്രധാനമന്ത്രി സുനിതയ്ക്ക് എഴുതിയ കത്തിൽ കുറിച്ചിരുന്നു. ബഹിരാകാശവാസത്തിന് ശേഷം സുനിത വില്യംസ് തിരിച്ചെത്തിയതിൽ അതീവ സന്തോഷവതിയെന്ന് അടുത്ത ബന്ധു ഫാൽഗുനി പാണ്ഡ്യ പറഞ്ഞു. സുനിത വില്യംസ് ഉടൻ ഇന്ത്യൻ സന്ദർശിക്കുമെന്നും ഒരു ദേശീയ മാധ്യമത്തോട് ഫാൽഗുനി അറിയിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് അവധിക്കാലം ആഘോഷിക്കാനാണ് പദ്ധതിയിടുന്നത്. കുടുംബവുമായി ധാരാളം സമയം സുനിതയ്ക്ക് ചെലവിടാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും ഫാൽഗുനി കൂട്ടിച്ചേർത്തു. ഗുജറാത്തിൽ നിന്ന് US കുടിയേറിയ ഡോക്ടർ ദീപക് പാണ്ഡെയുടെയും സ്ലോവേനിയൻ വംശജ ബോണിയുടെയും മകളാണ് സുനിത.